ലോകത്തെമ്പാടും ശാസ്ത്രജ്ഞർ, ഭരണാധികാരികൾ, ആത്മീയാചാര്യന്മാർ, വ്യവസായികൾ, ബിസിനസ്സുകാർ, തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിന്റെ ഒരു പരിച്ഛേദത്തെ ആകെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഗൗരവമേറിയ വിഷയങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി. ഇത് മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുന്ന, മനുഷ്യരാശിയുടെ നാളിതുവരെയുള്ള കണ്ടെത്തലുകളിൽ ഏറ്റവും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന കണ്ടെത്തലായി മാറിയിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയുടെ രംഗപ്രവേശത്തിന്റെ തുടക്കത്തിൽ അത് മനുഷ്യന്റെ ബൗദ്ധികവും കായികവുമായ അധ്വാനത്തെ ലഘൂകരിക്കാനും മികവുറ്റതാക്കാനും കഴിയുന്ന ഒരു സഹായി എന്ന നിലയിൽ ലാഘവ ബുദ്ധിയോടെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യരാശിയുടെ വിധി നിർണ്ണയിക്കുന്ന പ്രതിഭാസമായി നിർമ്മിത ബുദ്ധി ഇന്ന് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. അത് അനേക കോടി മനുഷ്യരുടെ തൊഴിലിനെയും ഉപജീവനത്തെയും കവർന്നെടുക്കുന്ന, മനുഷ്യാധ്വാനത്തെ തന്നെ പകരം വയ്ക്കുന്ന, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത ചൂഷണോപാധിയായി മാറുകയാണെന്ന ആശങ്കയാണ് ലോകമെങ്ങും സ്വന്തം തലച്ചോർ കൊണ്ട് ചിന്തിക്കുന്ന സമസ്ത മാനവരെയും ചിന്താകുലരാക്കുന്നത്. നിർമ്മിത ബുദ്ധിയിലൂടെ മനുഷ്യാധ്വാനത്തെയും ചിന്താശേഷിയെയും ഭാവനകളെയും എല്ലാം പകരം വയ്ക്കാമെന്ന ചിന്തയ്ക്ക് തടയിടുകയും മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ലോകത്ത് അവനെ അല്ലെങ്കിൽ അവളെ സഹായിക്കുന്ന കാര്യക്ഷമമായ ഒരു ശാസ്ത്രീയ സംവിധാനം എന്നതിലുപരി മനുഷ്യ ജീവിതത്തിലും മാനവ സംസ്കാരത്തിലും നിർമ്മിത ബുദ്ധിക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കാൻ മനുഷ്യകുലത്തിന് കഴിഞ്ഞേ മതിയാവൂ. ആ ദിശയിൽ മാനവികതയുടെ മഹത്വത്തെ ഉദ്ഘോഷിക്കുകയാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് ലിയോ 14 മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന തന്റെ പ്രഥമ ചാക്രിക ലേഖനത്തിലൂടെ ചെയ്യുന്നത്. മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന 40,000 വാക്കുകളിൽ അധികം വരുന്ന സുദീർഘമായ ചാക്രിക ലേഖനത്തിലൂടെ നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ മാനവികതയെ എങ്ങനെ സംരക്ഷിക്കാമെന്ന ചിന്തയാണ് മനുഷ്യരാശിയുമായി പോപ്പ് പങ്കുവെക്കുന്നത്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെയും ദുരുപയോഗത്തെയും എങ്ങനെ അഭിസംബോധന ചെയ്യാമെന്ന് പോപ്പ് തന്റെ ലേഖനത്തിലൂടെ ആരായുന്നത്. അതിൽ പോപ്പും സഭയും ആരോടൊപ്പമാണ് നിലകൊള്ളുന്നത് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് അസന്ദിഗ്ധമായി വ്യക്തമാക്കുന്നു. തൊഴിൽ, അധികാരം, സർക്കാർ, ശാസ്ത്രം, ശക്തി, പരസ്പര ധാർമ്മിക ബാധ്യത എന്നിവ സംബന്ധിച്ച് തന്റെ മുൻഗാമികളുടെയും വത്തിക്കാന്റെയും അഭിപ്രായ പരിണാമ പ്രക്രിയയെ വിശദീകരിച്ചുകൊണ്ട് മനുഷ്യാന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്നതിൽ സഭ നൽകിയ സംഭാവനകൾ പോപ്പ് വിലയിരുത്തുന്നു. ആഘോഷിക്കപ്പെടുന്ന നിർമ്മിത ബുദ്ധിക്ക് അനുഭവങ്ങളുടെ പിൻബലമോ ശരീരമോ ഇല്ല. അതിന് ആനന്ദമോ വേദനയോ അനുഭവിക്കാനാവില്ല. അത് ബന്ധങ്ങളിലൂടെ പക്വത ആർജിക്കുകയോ സ്നേഹമെന്തെന്ന് അന്തരംഗത്തിൽ അറിയുകയോ ചെയ്യുന്നില്ല. തൊഴിൽ, സൗഹൃദം, ഉത്തരവാദിത്വം എന്നിവ എന്തെന്ന് അത് തിരിച്ചറിയുന്നില്ല. പോപ്പ് വിലയിരുത്തുന്നു. നിർമ്മിത ബുദ്ധിക്ക് മനസാക്ഷിയോ മഹത്തായ മനുഷ്യ നന്മകളിലേക്ക് നയിക്കുന്ന ദിശാസൂചക ചിന്തകളോ ഇല്ല. നിർമ്മിത ബുദ്ധിയെ ഇപ്രകാരം നിർവചിക്കുന്ന പോപ്പ് മനുഷ്യരാശിക്കെതിരെ അത് ഉയർത്തുന്ന വെല്ലുവിളികളിലേക്കും വെളിച്ചം വീശുന്നു. അതിനെ ലാഭത്തിനു വേണ്ടി മാത്രം മുൻകൂട്ടി തയ്യാറാക്കാൻ കഴിയും. ഏതാനും പേരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഭൂരിപക്ഷത്തെ പീഡാനുഭവങ്ങളിലേക്ക് തള്ളിവിടാനാവും. അത് സ്വകാര്യതയുടെ അവിഹിത സ്വാധീനത്തിലേക്കും വിവരങ്ങളുടെ ദുരുപയോഗത്തിലേക്കും നയിക്കും. അത് അൽഗോരിതങ്ങളുടെ ഉപയോഗത്തിലൂടെ തൊഴിലിൽ നിയന്ത്രണത്തിനും പൊതുസേവനങ്ങളുടെയും വായ്പകളുടെയും നിരാസത്തിനും വ്യക്തികളുടെ യശസ് കളങ്കപ്പെടുത്തുന്നതിനും ദുരുപയോഗം ചെയ്യപ്പെടാമെന്ന് പോപ്പ് താക്കീത് നൽകുന്നു. അനുകമ്പ, ദയ, ക്ഷമ തുടങ്ങിയ മാനവിക സവിശേഷതകൾ നിർമ്മിത ബുദ്ധിയുടെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുന്നേയില്ല. ഈ പുതിയ ശക്തിയുടെ നിയന്ത്രണം സമ്പന്നരുടെയും സ്വാധീനശേഷിയുള്ളവരുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടാൽ അത് അവരുടെ മാത്രം സുഖസൗകര്യം, ആഡംബര ജീവിതങ്ങളും കൂടുതൽ ആഘോഷമാക്കി മാറ്റുന്നതിൽ മാത്രമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പോപ്പ് തന്റെ ലേഖനത്തിൽ നിർമ്മിത ബുദ്ധിയെ അപ്പാടെ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. മറിച്ച് കൂടുതൽ രൂക്ഷമായ രാഷ്ട്രീയ അടിച്ചമർത്തലുകൾക്കും കൂടുതൽ കടുത്ത സാമ്പത്തിക അസമത്വങ്ങളിലേക്കും നയിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് മനുഷ്യരാശിക്ക് നൽകാനാണ് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് ശ്രമിക്കുന്നത്. നിർമ്മിത ബുദ്ധിക്കെതിരെ നിശിതവും കാർക്കശ്യമേറിയതുമായ നിലപാട് പോപ്പ് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നുവെന്ന വിമർശനം ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോപ്പ് എന്നല്ല, ലോകത്തെ ഒരു ആത്മീയ
നേതാവിനും പ്രതിരോധിക്കാനാവാത്ത വിധം നിർമ്മിത ബുദ്ധി മനുഷ്യ ജീവിതത്തിൽ സ്ഥാനം പിടിക്കുകയും ആഴത്തിൽ വേരോട്ടമുണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇനി സാധ്യമായത് മനുഷ്യരാശിക്കും മാനവികതയ്ക്കുമെതിരെ അതുയർത്തുന്ന വെല്ലുവിളികളെ തുറന്നു കാട്ടുകയും ആ സാങ്കേതിക വിദ്യയെ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ ഒതുക്കി നിർത്താനാവുന്നത് ചെയ്യുകയും മാത്രമാണ്. ആഗോള കത്തോലിക്ക സഭയുടെ അധിപനായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ US പൗരൻ എന്ന നിലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഈറ്റില്ലമായ US നിന്നുമാണ് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസിനെതിരെ ആദ്യത്തെ വെടിപൊട്ടിയതെന്നത് ശ്രദ്ധേയമാണ്. അതും സിലിക്കൺ താഴ്വരയിൽ നിന്നും. എന്നാൽ നിർമ്മിത ബുദ്ധിയുടെ ദുരുപയോഗത്തെ പറ്റിയും ചൂഷണ സാധ്യതയെപ്പറ്റിയും പോപ്പ് ലിയോ 14 നൽകിയ മുന്നറിയിപ്പ് മനുഷ്യരാശിയുടെയും മാനവികതയുടെയും നിലനിൽപ്പിലും സംരക്ഷണത്തിലും നിർണായകമായി ഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.